എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക പച്ചടിയാണ്. അതിനായിട്ട് 100 ഗ്രാം വെണ്ടക്കായ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കനം കുറച്ച് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലോട്ട് വേണ്ട മറ്റു സാധനങ്ങൾ: ചെറുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് വെച്ചത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 2 കപ്പ് മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിലോട്ട് തേങ്ങയൊന്നും അരച്ചൊഴിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പുളിയുള്ള തൈര് വേണ്ട. ഇതൊരു വിസ്കോ അല്ലെങ്കിൽ ടീസ്പൂണോ വെച്ചിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് വയ്ക്കുക. ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. മറ്റു ഓയിലുകൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം മീഡിയം ടു ലോയിലോട്ട് വെച്ചോളോട്ട് ഈ സമയത്തെല്ലാം, അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ഞാനിവിടെ 2 പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒരു പച്ച ചുവയുണ്ടല്ലോ, അത് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് തന്നെ വെക്കാൻ ഓർക്കണേ. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. വേറെ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും മസാലകളെ ചേർക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ആ പച്ചച്ചൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായ ചേർത്ത് കൊടുക്കുക. ഇനി വെണ്ടക്കായ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ചെറു തീയിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വെണ്ടക്കായ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊരു ക്രിസ്പി ആവുന്നത് വരെ നമുക്ക് ഈ വെണ്ടക്കായ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അത്യാവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യരുത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ വെണ്ടക്കായ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് പോകും, ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ ചെറു തീയിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുക. വെണ്ടക്കായ എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തൈരുണ്ടല്ലോ, അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉപ്പിൻ്റെ അളവൊക്കെ നോക്കുക, അതനുസരിച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.